പാലക്കാടിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട പാലക്കാട് ടിപ്പു കോട്ട. ടിപ്പു സുൽത്താന്റെ അച്ഛനായ ഹൈദരലി 1766 പണി കഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ പുതുക്കി പണിതു. പല വീരകഥകളും ചോരമണങ്ങളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് സംരക്ഷിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിച്ചിരിക്കുന്ന കോട്ടകളിൽ ഒന്നാണ് പാലക്കാടൻ കോട്ട. പാലക്കാട് കോട്ട പുരാതന കാലം മുതൽ നിലനിന്നിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹൈദരലിയുടെ മകൻ ടിപ്പു സുൽത്താന്റെ പേരിലാണ് ഈ കോട്ട എന്നറിയപ്പെടുന്നത്. ടിപ്പു പിന്നീട് കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരായ സൈനിക നീക്കങ്ങളിൽ ഇതൊരു പ്രധാന താവളമാക്കുകയും ചെയ്തു. ടിപ്പുവിന്റെ ഈ കോട്ട ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് മൈസൂർ രാജ്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള സംഘർഷത്തിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിലേക്കുള്ള ഒരു കവാടമായി പാലക്കാടിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഹൈദരലി മനസ്സിലാക്കി. തന്റെ തെക്കൻ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനും സൈനിക പ്രവർത്തനങ്ങൾ എളുപ്പമാക്കുന്നതിനുമായി കോട്ട നിർമ്മിച്ചു. മൈസൂരിന്റെ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ ദക്ഷിണേന്ത്യയിലെ ബ്രിട്ടീഷ് വ്യാപനത്തെ ചെറുത്തുനിന്ന ശക്തനും ദീർഘവീക്ഷണവുമുള്ളതുമായ ഒരു ഭരണാധികാരിയായിരുന്നു. ടിപ്പുവിന്റെ കാലത്ത് 1783 പാലക്കാട് യുദ്ധം ഉൾപ്പെടെ നിരവധി യുദ്ധങ്ങൾക്കും ഉപരോധങ്ങൾക്കും ഈ കോട്ട സാക്ഷ്യം വഹിച്ചു. തന്ത്രപരമായ പ്രാധാന്യമുണ്ടെങ്കിലും 1790 ഈ കോട്ട ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്ക് വീണു. ശക്തമായ ചുവരുകൾ, പീരങ്കി വെടിവെപ്പിനെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത കൊത്തളങ്ങൾ എന്നിവയുണ്ട്. ഈ കോട്ട പുതുക്കി പണിഞ്ഞ ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കുവാൻ ഒരു താവളമായി ഈ കോട്ടയെ ഉപയോഗിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ കോട്ട ബ്രിട്ടീഷ് സൈനിക സംരക്ഷണത്തിലായിരുന്നു. 1900-ന്റെ തുടക്കത്തിൽ കോട്ട ഒരു താലൂക്ക് ഓഫീസായി രൂപാന്തരപ്പെടുത്തി. ഈ കോട്ടയ്ക്കകത്ത് പ്രവർത്തിച്ചിരുന്ന സ്പെഷ്യൽ സബ് ജയിൽ ഇപ്പോൾ മലമ്പുഴ മന്തക്കാടിൽ പ്രവർത്തിക്കുന്നു. ഈ കോട്ടയ്ക്കുള്ളിൽ ഇപ്പോൾ ചെറിയൊരു ഹനുമാൻ ക്ഷേത്രവും കാണാൻ സാധിക്കും. കോട്ടയ്ക്കും പാലക്കാട് ടൗൺ ഹാളിനും ഇടയ്ക്കായി ഒരു വലിയ മൈതാനമുണ്ട്. ഇത് കോട്ട മൈതാനം എന്ന് അറിയപ്പെടുന്നു. ഒരു കാലത്ത് ടിപ്പു സുൽത്താന്റെ ആനകൾക്കും കുതിരകൾക്കും ലായമായിരുന്ന ഈ മൈതാനം ഇന്ന് ക്രിക്കറ്റ് മത്സരങ്ങൾ, പ്രദർശനങ്ങൾ, പൊതുസമ്മേളനങ്ങൾ തുടങ്ങിയവ നടത്താൻ ഉപയോഗിക്കുന്നു. കേന്ദ്ര പുരാവസ്തു സംരക്ഷിക്കുന്ന രാപ്പാടി എന്ന തുറസായ ഓഡിറ്റോറിയം കോട്ടയ്ക്ക് പുറത്തുണ്ട്. കോട്ടയുടെ ഒരു വശത്ത് കുട്ടികൾക്കുള്ള പാർക്കുമുണ്ട്. പാലക്കാട് കോട്ടയുടെ വാസ്തുവിദ്യയെപ്പറ്റി ചരിത്രകാരൻ പ്രൊഫസർ MG ശശിഭൂഷൺ നടത്തുന്ന നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. കരിങ്കൽ കെട്ടുകളോട് കൂടിയ ഒരു കിടങ്ങുണ്ട്. എത്ര സമർത്ഥനായ സൈനികനും ചാടിക്കടക്കാനാവാത്ത വണ്ണം വീതിയുള്ളതാണ് ഈ കിടങ്ങ്. കണ്ണൂരും ബേക്കലും മറ്റുമുള്ള കോട്ടകൾ പാലക്കാട് കോട്ടയേക്കാൾ വലുതാണെങ്കിലും അവയ്ക്കൊന്നും ഇതുപോലൊരു കിടങ്ങില്ല. 1 കോൽ മുതൽ 2 കോൽ വരെ നീളമുള്ള കരിങ്കൽ തൂണുകൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി പണിതിട്ടുള്ള ഈ കിടങ്ങിന് ഇന്നും കേടുപാടുകൾ വന്നിട്ടില്ല. ഇത് മണ്ണ് വീണ് മൂടാതെ തുടരുന്നതിന്റെ പിന്നിലെ രഹസ്യം ബലിഷ്ഠമായ ഈ കരിങ്കൽ കെട്ടുകൾ തന്നെയാണ്. പാലക്കാട് കോട്ടയുടെ പൂമുഖം ടിപ്പുവിന്റെ കാലത്ത് കൂട്ടിച്ചേർത്തതാണ്. പ്രവേശന കവാടത്തിലെ സ്തംഭം, ദ്വാരപട്ടിക അല്ലെങ്കിൽ ഭീം, തോരണം എന്നീ ഘടകങ്ങൾക്ക് ഹൈന്ദവ കലയോടാണ് കടപ്പാട്. കോട്ടയ്ക്കകത്ത് സുരക്ഷിതമായി കഴിയുന്ന 10,000 യോദ്ധാക്കൾക്ക് ആക്രമണത്തെ ദീർഘകാലം ചെറുത്തു നിൽക്കാനാകും. ഭാരം കൊണ്ട് മണ്ണിലേക്ക് താഴ്ന്നുപോയ തെക്കേ കവരത്തിൽ നിന്നും പുതിയൊരു മാമരത്തെ സൃഷ്ടിച്ച വിചിത്രമാവ് ഇവിടുത്തെ ഒരു വിസ്മയ കാഴ്ചയാണ്. യുദ്ധതന്ത്രങ്ങൾ ഒളിപ്പിക്കുന്ന ഒരു കൊക്കരണിയും ഇവിടെയുണ്ട്.